ഹോണറിന്റെ ഹോണർ മാജിക് 6 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന സ്മാർട്ട് ഫോൺ ആണ്. 90,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹോണർ മാജിക് 6 Pro എന്നുള്ള ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു ഫോണിൽ 6.8 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 1280x2800 ആണ്. പിന്നെ OLED പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. LTPO എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിന്റെയും 120 ഹെർട്സിന്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇതിൽ മാക്സിമം 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ കോഡ് കർവ്ഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ പിൽ ഷേപ്പിലുള്ള ഒരു പഞ്ചോളാണ് ഫോണിന്റെ ഫ്രണ്ടിൽ വരുന്നത്. അതായത് iPhone 15 സീരീസിലേതുപോലുള്ള ഒരു പഞ്ചോളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഒരു ToF സെൻസറൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പിൽ ഷേപ്പിലുള്ള പഞ്ചോളും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഡോൾബി വിഷന്റെ സപ്പോർട്ടും അതുപോലെ തന്നെ 10-bit ഡിസ്പ്ലേയുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 5000 നിറ്റ്സ് വരെ വരുന്നുണ്ട്. വളരെ കൂടിയൊരു പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. പിന്നെ വളരെ കൂടിയ 4320 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിൽ വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് 229 ഗ്രാമാണ്. അപ്പം അത്യാവശ്യം വെയിറ്റ് ഉള്ള ഫോണാണ്. തിക്നെസ് വരുന്നത് 8.9 mm ആണ്. പിന്നെ ഈ ഒരു ഫോണിന് SGS 5-star ഗ്ലാസ് ഡ്രോപ്പ് റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പം നല്ല ബിൽഡ് ക്വാളിറ്റിയുമായിട്ട് വരുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. പിന്നെ IP68 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റന്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റന്റുമാണ്. അപ്പം മികച്ചൊരു IP റേറ്റിംഗും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണുകൾക്ക് ഇതൊക്കെ ആവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ്. പിന്നെ ഈ ഒരു ഫോണിന്റെ എപ്പി ഗ്രീൻ അതുപോലെ തന്നെ ബ്ലാക്ക് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ ആണ്. അപ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മികച്ചൊരു പ്രോസസറും ഇതിൽ വരുന്നുണ്ട്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ 12GB റാമും 512GB ഇന്റേണലും വരുന്നുണ്ട്. അപ്പോൾ ബേസ് വേരിയന്റിൽ തന്നെ 512GB ഇന്റേണലൊക്കെ വരുന്നുണ്ട്. LPDDR5X റാമും അതുപോലെ തന്നെ UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. എന്നാലും ബേസ് വേരിയന്റിൽ തന്നെ 512GB ഇന്റേണലൊക്കെ വരുന്നുണ്ട്. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ വരുന്നുണ്ട്. DTS X Ultra'യുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. Android 14 ബേസ് ആയിട്ടുള്ള മാജിക് OS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാപിക്സൽ മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് OmniVision OVH9000 സെൻസറാണ്. വോയിസിന്റെ സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ വേരിയബിൾ അപ്പേർച്ചർ ആണ് വരുന്നത്. f1.4ന്റെയും അതുപോലെ തന്നെ 2.0യുടെയും ഇടയിൽ അപ്പേർച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. സെൻസർ സൈസ് വരുന്നത് 1/1.3 ഇഞ്ചാണ്. പിന്നെ 180 മെഗാപിക്സലിന്റെ f2.6 അപ്പേർച്ചറിൽ വരുന്ന ഒരു പെരിസ്കോപ്പ് ലെൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. വോയിസിന്റെ സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. 2.5x ഒപ്റ്റിക്കൽ സൂം ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെൻസർ സൈസ് വരുന്നത് 1/1.49 ഇഞ്ചാണ്. പിന്നെ മൂന്നാമത് 50 മെഗാപിക്സലിന്റെ f2.0 അപ്പേർച്ചറിൽ വരുന്ന ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇതിൽ വരുന്നുണ്ട്. ഇതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 122 ഡിഗ്രിയാണ്. പിന്നെ ഈ ഒരു സെൻസർ വെച്ചിട്ട് മാക്രോ ഫോട്ടോസും ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിൽ 50 മെഗാപിക്സലിന്റെ f2.0 അപ്പേർച്ചറിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. പിന്നെ ഇതിന്റെ കൂടെ ഒരു ToF സെൻസറും കൊടുത്തിട്ടുണ്ട്. അപ്പം ഓൺ പേപ്പർ വളരെ മികച്ചൊരു ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അത് മാത്രമല്ല ഇപ്പം ടെസ്റ്റിംഗ് ഒക്കെ കണ്ടതിൽ വെച്ചിട്ട് മികച്ചൊരു ക്യാമറ പെർഫോമൻസും ഇതിൽ വരുന്നുണ്ട്. അപ്പം നല്ല ക്യാമറ പെർഫോമൻസുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. അപ്പം ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ നിങ്ങൾക്ക് ക്യാമറയും കൂടി ഇമ്പോർട്ടന്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5600 mAh ബാറ്ററി ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. അതുപോലെ തന്നെ 66 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പം വയർലെസ് ചാർജിംഗ് പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതും 66 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് തന്നെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം മികച്ചൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 12GB റാം 512GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 89,999 രൂപയാണ്. ഓഗസ്റ്റ് 15 മുതലാണ് ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ മികച്ച ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസർ കൊടുത്തിട്ടുണ്ട്.
ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും വരുന്നുണ്ട്, മികച്ച ക്യാമറ പെർഫോമൻസും ഇതിൽ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മികച്ച നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് സപ്പോർട്ട്, IP68 റേറ്റിംഗ്, നല്ല ബിൽഡ് ക്വാളിറ്റി, ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ വരുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ചൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് ഈ ഫോൺ എന്ന് പറയാവുന്നതാണ്. പിന്നെ നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ടെങ്കിലും വിലയും അത്യാവശ്യം വരുന്നുണ്ട്. 90,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോൺ എടുക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ മികച്ചൊരു ഫോണാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാംസങ്ങിന്റെയും അതുപോലെ തന്നെ ആപ്പിളിന്റെ ഒക്കെ ഫോണുകൾ ഒഴിവാക്കിയിട്ട് എത്ര പേര് ഹോണറിന്റെ ഫോൺ എടുക്കും എന്നുള്ളതും ഒരു ഡൗട്ടാണ്. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ ഹോണറിന്റെ ഒരു ഫോൺ സെലക്ട് ചെയ്യുമോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഈ ഒരു ഫോണിനെ പറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.